blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ കുത്തി നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് CC ജോൺ, സുലു ആൻഡ് യോഹാൻ. അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേളയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ന് CC ജോൺ എന്ന അങ്കിളിൻ്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സുലുവിൻ്റെയും യോഹാൻ്റെയും ബർത്ത്ഡേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവരെ 3 പേരെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ചേർന്ന് CC ജോൺ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, താൻ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തൻ്റെ മേൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ കർത്താവ് തൻ്റെ ബിസിനസ് പ്രോജക്റ്റുകൾ ഏറ്റവും സക്സസ്ഫുള്ളായി മാറട്ടെ. തൻ്റെ മകൾ സുലുവിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ കർത്താവെ, ആരോഗ്യം, ആത്മീയ ജീവിതം, അതിൻ്റെ മേലെല്ലാം ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. കർത്താവെ, ഗ്രാൻഡ് ചൈൽഡ് യോഹാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 11th സ്റ്റാൻഡേർഡ് ഏറ്റവും നല്ല രീതിയിൽ എക്സാമും, അതുപോലെ കർത്താവെ തുടർന്നുള്ള തൻ്റെ ഫ്യൂച്ചറിലേക്ക് എടുക്കേണ്ട ഡിസിഷനുകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം എടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ആത്മീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ CC ജോൺ അങ്കിൾ, സുലു ആൻഡ് യോഹാൻ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഫോർ സ്പോൺസറിംഗ് ടുഡേയ്സ് എപ്പിസോഡ്. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് മാർച്ച് 29-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം എമ്പാടുമുള്ള അനേകർ ചേർന്ന് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഫോട്ടോ ഒട്ടിച്ച് അയക്കുവാൻ പറഞ്ഞപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് അയച്ചിട്ടുള്ളത്. ഈ ടേബിൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടന്ന ഫ്രഷ് വയർ 2013 എന്ന ഉപവാസ പ്രാർത്ഥനയിൽ അനേകർ ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൂടാതെ നമ്മുടെ പ്രയർ ടവറിൽ ദിവസവും ഇതിൻ്റെ മേൽ കൈവച്ച് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെയാണ് നമ്മളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും ഇന്ന് പരീക്ഷ എഴുതുന്ന ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, കഴിഞ്ഞ വർഷം ഇതുപോലെ പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്ന സ്നേഹ KM
ആ മോൾ എഴുതിയ ലെറ്റർ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രിയപ്പെട്ട ഡാമിയൻ ബ്രദറിന്, ഞാൻ +1 വിദ്യാർത്ഥിയാണ്. എനിക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ അൽവേനിയയിൽ പഠിക്കുന്നു +1. ഇതിനു മുൻപ് SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടുവാൻ വേണ്ടി എൻ്റെ ഫോട്ടോ ഒട്ടിച്ച കത്ത് അയച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിനും A+ കിട്ടുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും കുടുംബത്തിനും 1000 നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്ന് സ്നേഹപൂർവം സ്നേഹ KM. ആ മോളെ കർത്താവ് പ്രാർത്ഥനയുടെ സഹായം കൊണ്ട്, അവളുടെ അധ്വാനം കൊണ്ട് എല്ലാ വിഷയത്തിനും SSLCക്ക് കഴിഞ്ഞ വർഷം A+ ലഭിക്കുവാൻ ഇടയാക്കിയെങ്കിൽ അതേ യേശു കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ പരീക്ഷ എഴുതുന്ന പെൻ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് കയ്യിൽ എടുത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഈ അയക്കപ്പെട്ട ടൈം ടേബിളുകൾ, ഹോൾ ടിക്കറ്റുകൾ, അതുപോലെ കർത്താവ് പ്രെയർ റിക്വസ്റ്റുകൾ എല്ലാറ്റിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കത്തുകൾ എഴുതിയ ഓരോ വിദ്യാർത്ഥിയും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പരാജയങ്ങൾ ജയമായി മാറട്ടെ. ഓർമ്മശക്തി അവരുടെ മേൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന, ഈ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ എക്സാം സീസണിൽ കർത്താവിൻ്റെ പ്രത്യേക കരം അവരുടെ മേലിരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓർമ്മശക്തിയാൽ നിറയ്ക്കണമേ കർത്താവെ. എക്സാം ഏറ്റവും നന്നായി എഴുതുവാൻ അവരെ സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. മുന്നമേ തന്നെ കർത്താവെ, അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സ്റ്റുഡൻസ്. ബെസ്റ്റ് വിഷസ്. ഈ ആഴ്ചയിൽ വളരെ പ്രത്യേകതയുള്ള വചന സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നൽകപ്പെട്ടതും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ നൽകപ്പെട്ടതുമായ പരിശുദ്ധാത്മ നിറവിൻ്റെ സന്ദേശങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബൈബിൾ, നോട്ട്ബുക്ക്, പെൻ എല്ലാം തയ്യാറാക്കി ഈ ആഴ്ചയിലെ ഒരു സന്ദേശം പോലും മിസ് ചെയ്യരുത്. അതുപോലെ എല്ലാ സന്ദേശങ്ങളും കേൾക്കുക, എഴുതിയെടുക്കുക. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ ഈ വചന ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ. Today I am going to speak about the blessings of living a holy life. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. So many people are living in unholiness. ഒത്തിരി ആളുകളും ജീവിക്കുന്നത് വിശുദ്ധിയില്ലായ്മയിലാണ്, അശുദ്ധിയിലാണ്. But we have been called to live a holy life. എന്നാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ടാണ്. And I'm going to tell you what all blessings you can receive through living a holy life. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. Let's go to Hebrews chapter 12. ഇപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verse number 14. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. The Bible says, without holiness no one will see the Lord. അവിടെ ബൈബിൾ പറയുന്നു, വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. How many of you want to see God? നിങ്ങളിൽ എത്ര പേർക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട്? Lift your hands up if you want to see God. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി കാണിച്ചാലും. When I was a very small boy studying in the school, somebody told me, if you want to see God, I will give you a secret. ഞാൻ വളരെ ചെറിയൊരു ബാലനായിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ എന്നോട് വന്നിട്ട് പറഞ്ഞു, ദൈവത്തെ കാണണമെങ്കിൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. Take the nail of your thumb and do like this, scratch your forehead 101 times. നിങ്ങളുടെ കൈയുടെ നഖം എടുത്തിട്ട് നെറ്റിയിൽ 101 പ്രാവശ്യം ഒരച്ചുകൊണ്ടിരിക്കുക. Then you will go to heaven and see God. നിങ്ങൾ ആ സമയത്ത് സ്വർഗ്ഗത്തിലെത്തി ദൈവത്തെ കാണും.
I did it many times. ഞാൻ പല പ്രാവശ്യം ഞാനത് ചെയ്തു. Then it started paining. അപ്പോൾ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. Then I said, I don't want to see God. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാൻ തുടങ്ങി, എനിക്ക് ദൈവത്തെ കാണണ്ട. I stopped it. ഞാൻ അത് നിർത്തി കളഞ്ഞു. Even today we can see so many children, boys and girls having a scar here. ഇന്നും നമ്മൾ ഇതുപോലെ ഒത്തിരി പെൺകുട്ടികളും ആൺകുട്ടികളും ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് വരച്ച വരയുടെ മാർക്ക് പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. The Bible says, ബൈബിൾ പറയുന്നു, if you want to see God, നിങ്ങൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ you should live a holy life. നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട്. Without holiness no one will see God. വിശുദ്ധീകരണം കൂടാതെ, വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ ഒരിക്കലും കാണുകയില്ല. Matthew 5 verse 8. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. Blessed are the pure in heart, for they will see God. അവിടെ നാം കാണുന്നത് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, അവർ ദൈവത്തെ കാണും. They will see God. അവർ ദൈവത്തെ കാണും. Purity in heart, holiness in life. നമ്മുടെ ഹൃദയത്തിലെ ശുദ്ധി, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി. But there is a contradiction here. എന്നാൽ ഇതിനകത്തൊരു വിരോധാഭാസമായ ഒരു സംഭവമുണ്ട്. Because John chapter 1 and verse number 18 says, യോഹന്നാന്റെ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, no one has ever seen God. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. So what is the meaning of all these things? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വചനം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? No one has ever seen God. അവിടെ യോഹന്നാൻ പറയുന്നു, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. But the Bible says, if you live a holy life, if you have purity in your heart, you will see God. എന്നാൽ അവിടെ ബൈബിൾ മറ്റൊരു ഭാഗത്ത്, അതായത് നാം നേരത്തെ വായിച്ച എബ്രായ ലേഖനത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും എല്ലാം നാം കാണുന്നത് ഹൃദയശുദ്ധിയിൽ, വിശുദ്ധിയിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. The answer is given in the second part of the last verse we read, John 1:18. ഈ രണ്ട് വചനങ്ങളുടെയും ചേർന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:18 അതിന്റെ 1-ന്റെ-18 വചനത്തിലാണ്. second part. അതിന്റെ രണ്ടാമത്തെ ഭാഗത്താണ്, 18-ാം വചനത്തിന്റെ രണ്ടാം ഭാഗത്താണ് നമുക്കത് മനസ്സിലാകുന്നത്. The first part says no one has ever seen God. ഒന്നാമത്തെ ഭാഗം 18-ാം വചനത്തിന്റെ 1-ാം ഭാഗം പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. But the second part says, എന്നാൽ രണ്ടാം ഭാഗം പറയുകയാണ്, but God, the one and only who is at the Father's side, has made him known. ആമേൻ. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗത്ത് പറയുകയാണ്, എന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിനോട് ചേർന്നിരിക്കുന്ന ദൈവമായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The exact translation is, Jesus, the Son of God, has revealed him to us. എന്നാൽ യഥാർത്ഥത്തിലുള്ള പരിഭാഷയിൽ ഇങ്ങനെയാണ്, യേശു, ദൈവപുത്രനായ യേശു തന്റെ പിതാവായിട്ടുള്ള പിതാവിനെ നമുക്കായി വെളിപ്പെടുത്തിയിരിക്കുന്നു. He has revealed him to us. അവൻ നമുക്ക് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. So to see God means to receive a revelation of God. അതുകൊണ്ട് ദൈവത്തെ കാണുക എന്നതിന്റെ ബൈബിളിന്റെ അർത്ഥം എന്നുള്ളത് ദൈവത്തിന്റെ വെളിപ്പാടിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താണ്? ദൈവത്തിൽ നിന്നും ഒരു വെളിപ്പാട് പ്രാപിക്കുക. Amen. To get a revelation about God. That is what is meant by seeing God. ദൈവത്തെ കാണുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ വെളിപ്പാടിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. When you read Deuteronomy chapter 4, നിങ്ങൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ God says, ദൈവം പറയുകയാണ്, when you were at Mount Zion, നിങ്ങൾ സിയോനിൽ ആയിരുന്ന, Mount Sinai, സീനായി മലയിൽ ആയിരുന്ന സമയത്ത് God came down ദൈവം അവിടേക്ക് ഇറങ്ങി and വന്നിട്ട് he talked to you. അവിടുന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചു. But in that day, on that day, you did not see any form. ആ ദിവസം നിങ്ങൾ രൂപമൊന്നും കണ്ടിരുന്നില്ല. Meaning our God has no material form. കാരണം നമ്മുടെ ദൈവത്തിന് കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭൗതിക രൂപമില്ല എന്നാണ് അർത്ഥം. How many of you understood what I'm ഞാൻ saying? ഈ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? If you want to see God with this eye,
God should have a material form. നമ്മുടെ ദൈവത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൈവത്തിന് ഒരു ഭൗതിക രൂപമുണ്ടെന്നാണ്. But God says he has no material form. എന്നാൽ ദൈവം ഇവിടെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു ദൈവത്തിന് ഭൗതികമായൊരു രൂപമില്ല. Can you say amen? എത്ര പേർ ഉറക്കെ ഒരു ആമേൻ God പറയും? has no physical form. ദൈവത്തിന് ഭൗതികമായ വെളിയിൽ കാണുന്ന ഒരു ശാരീരിക രൂപമില്ല. John chapter 4 verse number 24 says God is a spirit. യോഹന്നന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നു ദൈവം ആത്മാവാകുന്നു. Hallelujah. ഹല്ലേലൂയ. So if you want to see the real nature of God, you should get the spiritual revelation. അതുകൊണ്ട് യഥാർത്ഥനായിട്ടുള്ള ദൈവത്തിന്റെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നഗ്നമായ കണ്ണുകൾ പോരാ, പകരം ആത്മീകമായിട്ടുള്ള ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കണം. Hallelujah. ഹല്ലേലൂയ. And that revelation you will receive when your heart is pure. ആ റെവലേഷൻ, ആ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയശുദ്ധിയുള്ളപ്പോഴാണ്. So what are the blessings of living a holy life? അങ്ങനെയെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? Number 1, we will be able to see God through the revelation. ഒന്നാമത്തെ അനുഗ്രഹമാണ് പറയുന്നത് ദൈവിക വെളിപ്പാടിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. ഈ ഭർത്താവിന്റെ പേര് മണി എന്നാണ്, കാക്കനാട് എന്നാണ് വരുന്നത്. അവര് 28 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി കർത്താവ് സൗഖ്യമാക്കി. എന്താണ് സംഭവിച്ചത്? അതായത് സിമന്റ്, മണ്ണ് ഇതൊന്നും തൊടാൻ പാടില്ലായിരുന്നു. അതുപോലെ ചെമ്മീൻ, അയില, പരിപ്പ് ഇതെല്ലാം കഴിച്ചാൽ വല്ലാതെ വീർത്ത് കൈയെല്ലാം പൊട്ടി, മുഖവും കൈയെല്ലാം പൊട്ടി ആകെ വല്ലാത്ത രീതിയിലാകുമായിരുന്നു. 28 വർഷം 25 വർഷം അവര് മരുന്ന് കഴിച്ചു. 28 വർഷമായുള്ള അലർജിക്ക് 25 വർഷം മരുന്ന് കഴിച്ചു. പക്ഷെ കഴിഞ്ഞ ജനുവരി മാസം ബ്രദർ ഡാമിൻ ഇങ്ങനെ ടിവിയിലൂടെ വിളിച്ചു പറഞ്ഞു, ഒരു മണി എന്ന വ്യക്തിയെ കർത്താവ് പറഞ്ഞിരുന്നു. മണി എന്നു പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. ശരീരത്തിലുള്ള ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് കണ്ട് ഒരു വലിയ സൗഖ്യം തരികയാണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ രോഗത്തേക്കാൾ വലിയൊരു മനപ്രയാസത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ആശ്വാസവും സൗഖ്യവും ഈ നിമിഷം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ സമയത്ത് തന്റെ ഭാര്യയായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നത്. മണി അപ്പുറത്തേക്ക് പുറത്തായിരുന്നു. ഇത് കേട്ടതാണ് പേര് വിളിച്ചു പറഞ്ഞപ്പോൾ ആള് ഓടി അകത്ത് വന്നു. പേര് വിളിച്ചപ്പോൾ ഓടി അകത്ത് വന്നു. ചേട്ടന്റെ പേരാ വിളിച്ചത്, കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആ സഹോദരൻ ആ നിമിഷം ഒന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറിപ്പോയി. ഇപ്പോൾ എല്ലാം കഴിച്ചാലും ഒന്നും വരുന്നില്ല. അലർജി കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. കർത്താവിനോട് സ്നേഹമുള്ളവർ, അഭിമാനമുള്ളവരൊക്കെ കൈകൾ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരു കാര്യം കൂടിയുണ്ട്, തന്റെ ഷുഗർ ലെവൽ 350 ആയിരുന്നു. അലർജി സൗഖ്യമായി, പക്ഷെ ഷുഗറിന്റെ അത് കൂടിയിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം താൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായി 123 ആയിട്ട് കുറഞ്ഞു. 350-ൽ നിന്ന് അത് ഈ അടുത്താണ് ഷുഗർ ചെക്ക് ചെയ്തത്. ഷുഗറിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെക്ക് ചെയ്തപ്പോൾ അതും നോർമലായിട്ട് കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ വലിയൊരു ഇപ്പൊ കഴിച്ചാൽ പ്രശ്നങ്ങളില്ല, എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? മരുന്ന് കഴിക്കുന്നതാണ്, ഒരു കുറവുണ്ടായില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ജനുവരി 27-ാം തീയതി ഞായറാഴ്ച വന്ന് ബ്ലസ്സിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച്. അപ്പം ബ്രദർ തിങ്കളാഴ്ച വിളിച്ചു പറഞ്ഞ് മണിയെന്ന് ഇത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ട്? എന്റെ ഭർത്താവിന് രോഗങ്ങൾ വാങ്ങിയില്ല. 28 വർഷം വിരോധമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനൊന്ന് ബഹുമാനിക്കണം. എല്ലാവരും എഴുന്നേറ്റ് കൈകളെ ഉയർത്തി ഈ രോഗസൗഖ്യത്തിനായി എല്ലാവരും നന്ദി പറഞ്ഞാൽ ഇനി യേശുവിനായി ജീവിക്കണം. ഇനി രണ്ടുപേരും മുടങ്ങാതെ പ്രാർത്ഥനയിൽ വരണം.
മക്കളുണ്ടോ? ഇല്ല മക്കളില്ല. ഇല്ല ഓ മൈ ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മക്കളില്ല, 28 വർഷമായിട്ട് എല്ലാ ദിവസവും രോഗി. എന്നാൽ നമ്മുടെ യേശു എന്നും കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ പോകാൻ തൻ്റെ കുഞ്ഞുങ്ങളെ അനുവദിക്കുകയില്ല. കണ്ണുനീർ താഴ്വരയിലൂടെ പോകുമ്പോൾ അവൻ അതിനെ അനുഗ്രഹത്തിൻ്റെ ജലാശയമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. God bless you. God bless you. God bless you. Amen. God bless you. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ, മനുഷ്യ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തരും. ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക്, കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൈ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ശ്വാസകോശത്തിലേക്കുള്ള ആ പൈപ്പ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അൾസറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഓവറിയിലുള്ള സിസ്റ്റുകൾ സൗഖ്യമാകട്ടെ. ഗർഭാശയത്തിനകത്തുള്ള, യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ സൗഖ്യമാകട്ടെ, മാറിപ്പോകട്ടെ. ഫൈൽ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. ഫിസ്റ്റുല, ഫിഷർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ ബ്രെയിൻ ട്യൂമറും മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം അത് മാറിപ്പോകട്ടെ. ആസ്മ രോഗം മാറിപ്പോകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളിൽ, പ്രത്യേകിച്ച് കാലിൽ നീരുള്ള ചില വ്യക്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ നീര് വറ്റിപ്പോവുകയാണ്. അതിനടയാളമായി നിങ്ങളുടെ കാല് പ്രത്യേകമായി ഇങ്ങനെ ഷിവർ ചെയ്യുന്നു. ദൈവശക്തി ഇറങ്ങുന്നതുകൊണ്ട് 2 കാല് മന്തുപോലിരിക്കുക, പക്ഷെ അത് ഷിവർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വെല്ലിങ് മാറിപ്പോകട്ടെ. അതുപോലെ കാലിൻ്റെ, ഉള്ളംകാലിൻ്റെ അകത്ത് നിന്നും സൂചി കൊണ്ട് കുത്തുന്നത് പോലെ പെയിനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം സന്ധിവേദനകൾ മാറിപ്പോകട്ടെ. ഒരു വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കുക. പാപവഴികളെ വിട്ട് മാറി മാനസാന്തരത്തോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ദൈവമേ, എല്ലാ നിലകളിലും ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് നൽകണമേ. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമുക്ക് വെള്ളിയാഴ്ച കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ ഇന്നേ പറയുന്നത് തയ്യാറാകാൻ വേണ്ടിയാണ്. ദൂരെയുള്ളവർക്ക് പോലും വന്നു ചേരാൻ കഴിയും. ഈ വെള്ളിയാഴ്ച കോഴിക്കോട്, ശനിയാഴ്ച ഗൂഡല്ലൂരിൽ 2ാമത്തെ പ്രാവശ്യമാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും അവിടെ എത്തിച്ചേരാൻ കഴിയും. അടുത്ത ആഴ്ച പാഷൻ വീക്കാണ്. ഗുഡ് ഫ്രൈഡേക്ക് വളരെ സ്പെഷ്യൽ മീറ്റിംഗ് ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങുക. എത്തിച്ചേരാവുന്ന എല്ലാവരും എത്തിച്ചേരുക. അതിൻ്റെ ലൈവ് ടെലികാസ്റ്റും വെബ്കാസ്റ്റും ഉണ്ടായിരിക്കും. വളരെ അകലെയുള്ളവർക്ക് അവരവരായിരിക്കുന്ന സ്ഥലത്ത് അത് അതേസമയം തത്സമയ സംപ്രേഷണത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരുങ്ങുക. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുക. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനാ ഡയറി അല്ലെങ്കിൽ മൈ പ്രയർ ഡയറിയിൽ അവർക്ക് സ്പെഷ്യലായി മാതൃകാ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എടുത്തു നോക്കിയാൽ 12, 13, 14, 15
4 പ്രാർത്ഥനകൾ സ്പെഷ്യലി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്കൂളിൽ പോകുന്നതിന് മുൻപ്, പഠിക്കാനിരിക്കുമ്പോൾ, പരീക്ഷ എഴുതുന്നതിന് മുൻപ്, പരീക്ഷാഫലത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ. പരീക്ഷാഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അനേക വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം സമാധാനം നൽകും. യേശു നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇതുവരെ എൻ്റെ പ്രാർത്ഥന ഡയറി എന്നുള്ള പുസ്തകം ലഭിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കണം. അത് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അതുകൂടാതെ ആശിഷമാരി എന്ന പുസ്തകം വായിച്ച് രസിച്ച് വചനം പഠിക്കാവുന്ന ഈ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർ ചോദിച്ച് നിങ്ങൾക്കത് കരസ്ഥമാക്കാം. എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിൽ മലയാളത്തിൽ ലഭ്യമാണ്. നിങ്ങൾ വ്യക്തമായത് പറയണം. നാളെ വീണ്ടും നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ കാണാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. മറ്റുള്ളവരോട് ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് പറയണം. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരോടാണ് പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിക്കുക എന്ന് യേശു പറഞ്ഞത്? To whom did Jesus say, go and show yourself to the priest? Options: A. തളർവാദ രോഗിയോട്, B. അന്ധനോട്, C. ഭൂതഗ്രസ്തനോട്, D. കുഷ്ഠരോഗിയോട്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം നൽകുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.